ടൊമാറ്റോയും പച്ചമുളകും വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ് സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത മട്ടൺ ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് മട്ടണും. നമുക്കത് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. മട്ടണും പൊട്ടറ്റോയൊക്കെ ഒരുമിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഈ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമസ്കാരം, എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നൊരു നോൺ വെജ് ഐറ്റമാണ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. മട്ടൺ സ്റ്റൂ, കേരള സ്റ്റൈൽ മട്ടൺ സ്റ്റൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മട്ടൺ സ്റ്റൂവിന് വേണ്ടി നമുക്ക് ആദ്യം മട്ടൺ വേവിച്ചെടുക്കാം. ഒരു പ്രഷർ കുക്കറിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ടയും ഒരു 3 ഏലക്കായും ഒരു 3 മുതൽ 4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യാം. കുറച്ച് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ക്രഷ് ചെയ്തെടുത്തതാണ്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മട്ടൺ ഇതിലേക്ക് ചേർക്കുകയാണ്. ഞാനിവിടെ 1/2 കിലോ മട്ടൺ കഴുകിയെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നമുക്കൊന്നുകൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ പ്രഷർ പാൻ അടച്ചു കൊടുക്കാം. പ്രഷർ പാൻ അടച്ച് പ്രഷർ വന്നതിന് ശേഷം വിസിൽ വെച്ച് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒരു 20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. മട്ടൺ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കുക്ക് ചെയ്തെടുക്കാം. വേറൊരു കടായി എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു 4 മുതൽ 5 വരെ ഏലക്ക, ഒരു 3-4 ഗ്രാമ്പു ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കുഞ്ഞായി നുറുക്കിയതൂടെ ചേർക്കാം. ഇനി നമുക്കത് ഇതിലേക്ക് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ള മീഡിയം സൈസിൽ. അത് നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇതിൽ ഞാൻ ഉപ്പൂടെ ചേർത്ത് വഴറ്റുകയാണ്. മട്ടൺ വേവിക്കുന്ന സമയത്ത് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്തു. ഇത് നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. സവാള ആവശ്യത്തിന് വഴണ്ട് കിട്ടി. ഇനി ഇതിലേക്ക് മുളകും ടൊമാറ്റോയും കൂടെ ചേർക്കാനുണ്ട്. ഞാനൊരു 5 പച്ചമുളക് ഇങ്ങനെ നീളത്തിന് കീറിയെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. അതിനൊപ്പം ഒരു നല്ല പഴുത്ത ടൊമാറ്റോ, നല്ല റെഡ് കളറിൽ കിട്ടിയാൽ അത്രയും നല്ലത്. ഒരു ടൊമാറ്റോ ആണ്, അതിങ്ങനെ നീളത്തിന് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടെ ഇതിലേക്ക് ചേർക്കാൻ. ഇത് നമുക്കിനി നല്ലോണം വഴറ്റിയെടുക്കാം. ടൊമാറ്റോയും പച്ചമുളകും വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ക്യൂബ് സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതുകൂടെ ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലപോലെ എന്ന് പറയുമ്പോൾ ഒരു 1/2 മിനിറ്റ്
അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തത്, പൊടിയല്ല ക്രഷ് ചെയ്തെടുത്തത് തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. രണ്ടിനും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, അത് കാരണമാണ്. നമുക്ക് ക്രഷ് ചെയ്ത കുരുമുളക് തന്നെ ചേർക്കാം. ഞാൻ കുരുമുളകും ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ്. 2ാം പാൽ ഒരു 1.5 കപ്പ് നമുക്കിതിൽ ചേർത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഏതാണ്ട് 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ പാകത്തിന് വെന്ത് കിട്ടി. നമുക്കിനി ഇതിലേക്ക് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്ത മട്ടൺ ചേർത്ത് കൊടുക്കാം. പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് മട്ടണും. നമുക്കത് ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കാം. മട്ടണും ഉരുളക്കിഴങ്ങും എല്ലാം ഒരുമിച്ച് യോജിച്ച് വരാൻ വേണ്ടി നമുക്ക് 5 മിനിറ്റ് ഒരു ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. കാരണം ഇച്ചിരി വെള്ളം കൂടുതലാണ്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കാരണം ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലൂടെ ആഡ് ചെയ്യേണ്ടതുണ്ട്. മട്ടണും പൊട്ടറ്റോയൊക്കെ ഒരുമിച്ച് യോജിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1ാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിത് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ ഗ്രേവി. നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണം എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കോൺഫ്ലോർ ഈ തേങ്ങാപ്പാലിൽ തന്നെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതങ്ങനെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. നമുക്ക് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ ഈ കറി കിട്ടും. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അല്ല അങ്ങനെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി മതിയെങ്കിൽ അങ്ങനെ വേണം. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ ഇതിലേക്ക് ടെമ്പറിംഗ് ആണ്, അതുകൂടെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ കറി റെഡിയാവും. ഫൈനലായിട്ട് ഈ ടൈമിൽ ഉപ്പുണ്ടോയെന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട് ഇതിൽ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടെ ഉപ്പ് ചേർത്ത് യോജിപ്പിച്ചെടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഒന്ന് നെയ്യിൽ മൂപ്പിച്ച് ചേർക്കണം. അതുകൂടെ കഴിയുമ്പോൾ കറി റെഡിയാവും. ഒരു ചെറിയ പാനിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചത് ചേർക്കുക. ചേർത്ത് നല്ലപോലെ ബ്രൗൺ നിറമാവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഉള്ളി നല്ല മൂത്ത് വന്നിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഈ മണം നല്ലൊരു ഫ്ലേവറാണ് ഈ കറിക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ അത് മൂത്ത് കിട്ടണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മട്ടൺ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നിവിടെ തയ്യാറാക്കിയ മട്ടൺ സ്റ്റൂവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ കോംപ്ലിക്കേറ്റഡ് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.